നമസ്കാരം. നാളെ ഓഗസ്റ്റ് 8 വെള്ളിയാഴ്ചയാണ്. നാളത്തെ ദിവസം രാശിപ്രകാരം നോക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന നാളുകാരായ വ്യക്തികൾക്ക്, രാശിക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ശുഭകരമായ ഒരു ദിവസം തന്നെയായി മാറാം. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് ഈ വന്നു ചേരേണ്ടതായ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരാം. അതേക്കുറിച്ചും വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഓഗസ്റ്റ് 8 വെള്ളിയാഴ്ച ഏതെല്ലാം രാശിക്കാർക്ക് അനുകൂലമാണ് എന്ന് അറിയാം. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് ഉറപ്പിച്ചതായ പല കാര്യങ്ങളും ഒരുവിധം ഭംഗിയായെങ്കിലും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തീരാം. കൂടാതെ ഇന്നേ ദിവസം മനസ്സിന് തെളിച്ചം ഉണ്ടാകുന്ന ഒരു ദിവസം തന്നെയാകുന്നു. ദേഹസുഖം പ്രതീക്ഷിക്കാവുന്നതായ ദിവസം. വിദ്യാർത്ഥികൾക്കും വിദ്യയിൽ അനുകൂലമായ ഫലങ്ങൾ തേടിയെത്താവുന്ന ദിവസമായി മാറും. കലാകാരന്മാർക്ക് അനുകൂലമായ ഫലങ്ങൾ, പ്രത്യേകിച്ചും ധനപരമായ ചില നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന ദിവസമാണ്. ദാമ്പത്യ കാര്യങ്ങളിൽ അല്പം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ചില തടസ്സങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ദാമ്പത്യ ജീവിതത്തിലെ ചില ദോഷകരമായ കാര്യങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. വായ്പകളുടെ അടവുമായി ബന്ധപ്പെട്ട് അല്പം ടെൻഷൻ അടിക്കേണ്ടതായി വരും എങ്കിലും പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. പല കാര്യങ്ങളിലും അല്ലെങ്കിൽ പല തർക്കങ്ങളിലും രമ്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാൻ സാധിക്കുന്ന ദിവസമാണ്. കൂടാതെ ചില കാര്യങ്ങളിൽ പരാശ്രയത്വം വേണ്ടിവരും എന്ന കാര്യവും ഓർക്കണം. കൂടിയ ആലോചനകളിൽ ചില എതിർപ്പുകൾ നിങ്ങൾക്ക് നേരെ ഉയർന്നു എന്ന് വരാം. മനസമാധാനം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടുകയും എന്നാൽ അത് തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യാം. ചില തടസ്സങ്ങൾ സംഭവിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം തൊഴിൽപരമായ കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. ബന്ധുക്കളുടെ സഹായം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ലഭിക്കാവുന്ന ഒരു ദിവസമായി തന്നെ മാറാം. ഇന്നേ ദിവസം ആത്മീയപരമായ കാര്യങ്ങൾക്ക് അനുകൂലമായ ദിവസമായി തന്നെ മാറാം. അല്പം സമയം കൂടുതലായി കണ്ടെത്തുവാൻ സാധിക്കുന്ന സമയം തന്നെയാകുന്നു. ഇന്നേ ദിവസം മഹാലക്ഷ്മി ദേവിക്ക് വിശേഷപ്പെട്ടതായ ദിവസമാണ്. 5 തിരിയിട്ട ഭദ്രദീപം തെളിയിക്കുന്നതും അത് നെയ്വിളക്കായി തെളിയിക്കുന്നതും ശുഭകരമായി തീരുന്നു. ഇന്നേ ദിവസം ദേവിക്ക് പുഷ്പങ്ങൾ സാധിക്കുന്നു എങ്കിൽ മധുര പലഹാരങ്ങളോ പായസമോ ഫലങ്ങളോ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ദേവി മന്ത്രങ്ങൾ ജപിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുന്നതിനും മഹാലക്ഷ്മി കടാക്ഷം വർദ്ധിക്കുന്നതിനും സഹായകരമായി തീരും. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, തിരുവാതിര, പുണർദം എന്നീ നാളുകാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും ശുഷ്കാന്തി വർദ്ധിക്കുന്നതായ സമയമാണ്. സംയോജിതമായ തീരുമാനങ്ങൾ പല കാര്യങ്ങളിലും കൈക്കൊള്ളുവാൻ സാധിക്കും. സഹപ്രവർത്തകരുടെ, വേണ്ടപ്പെട്ടവരുടെ നിർദ്ദേശങ്ങൾക്ക് വില കൽപ്പിക്കുവാൻ സാധിക്കുന്ന ദിവസമായി മാറും. കച്ചവടത്തിൽ ഉണർവ് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രണയികൾക്ക് അനുകൂലമായ ദിവസമായി തന്നെ മാറാം. കൂടാതെ വീടുമാറ്റം സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. കുടുംബാംഗങ്ങളുടെ അനുകൂലമായ നിർദ്ദേശങ്ങൾ ചില സമയങ്ങളിൽ അവഗണിച്ചു എന്ന് വരാം. ചില തർക്കങ്ങൾക്ക് അത് കാരണമായി തീരാം. വസ്തു കച്ചവടത്തിൽ പ്രതീക്ഷിക്കുന്ന ലാഭം ഇന്നേ ദിവസം ലഭിക്കണം എന്നില്ല. കൂടാതെ ഇന്നേ ദിവസം ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പ്രവർത്തന മികവ് അഭിനന്ദിക്കപ്പെടുന്ന ദിവസമായി മാറാം. പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടി അല്ലെങ്കിൽ ലഭിച്ചു എന്ന് വരാം. സംയോജിതമായി തന്നെ ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നത് ചുമതലകൾ കൂടുതലായും ലഭിക്കുന്നതിനും സന്തോഷം വർദ്ധിക്കുന്നതിനും കാരണമായി തീരാം. ധനം വന്ന് ചേരുവാൻ സഹായകരമായ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും.
ധനാഗമം ഉണ്ടാകുന്ന ദിവസമായി തന്നെ മാറാം. വീട്ടിലെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ സാധിക്കും. കൂടാതെ ചില കാര്യങ്ങളിൽ നിങ്ങളെക്കുറിച്ച് പരാതി ഉയർന്നു എന്ന് വരാം. എന്നാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പണമിടപാടുകളുമായി ബന്ധപ്പെട്ടും ശ്രദ്ധ പുലർത്തണം. അറിയാതെ പറഞ്ഞു പോകുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി മാറുവാനുള്ള സാധ്യതകളുമുണ്ട്. ഇന്നേ ദിവസം മക്കളുടെ ശ്രേയസിൽ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ സന്തോഷം വന്ന് ചേരുന്ന ദിവസമായി മാറാം. ഇന്നേ ദിവസം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും ലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കാം. ദേവിക്ക് പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയോ സാധിക്കുമെങ്കിൽ മധുര പലഹാരങ്ങൾ, പായസം, ഫലവർഗ്ഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ഇന്നേ ദിവസം മുന്നോട്ട് പോവുക. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ഇന്നേ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നു എന്ന് വരാം. കൂടാതെ ചില കാര്യങ്ങൾ തടസ്സപ്പെട്ടതിൽ ഉത്കണ്ഠ ഉണ്ടാകാവുന്ന ദിവസമാണ്. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ കൈവശം ചില വസ്തുക്കൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഏതൊരു കാര്യത്തിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് മേന്മ വർദ്ധിപ്പിക്കാവുന്നതാണ്. അസംതൃപ്തി ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ മറ്റുള്ളവരുടെ പിന്തുണ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രതീക്ഷിക്കുന്ന ധനം പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ കൈകളിലേക്ക് വന്നു ചേരണം എന്നില്ല. അല്പം കഠിനാധ്വാനം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ചില തടസ്സങ്ങളെ തരണം ചെയ്യേണ്ടതായി വരാം. എന്നിരുന്നാലും ധനക്ലേശം പൊതുവിൽ കുറയുന്നതായ ദിവസമായി തന്നെ മാറാം. കൂടാതെ ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി പ്രതീക്ഷിക്കാവുന്ന ദിവസം തന്നെയാണ്. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്ന് ചേരുവാനുള്ള സാധ്യത ഉണ്ടായി എന്ന് വരാം. കാര്യകുശലത അഭിനന്ദിക്കപ്പെടുന്ന ദിവസമാണ്. തൊഴിൽപരമായി അല്പം അലച്ചിൽ ഉണ്ടാകാവുന്ന ദിവസമാകുന്നു. പരിശ്രമങ്ങൾ വിജയം കൊണ്ടുവരും എന്ന കാര്യം ഓർക്കണം. കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പിന്തുണ ലഭിക്കാം. ചില കാര്യങ്ങളിൽ തർക്കത്തിന് വഴിയൊരുങ്ങാവുന്ന ചില തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊണ്ടു എന്ന് വരാം. ആ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കും. ചില കാര്യങ്ങളിൽ ചില വാക്കുകൾ ശത്രുക്കളെ സൃഷ്ടിക്കുവാൻ കാരണമായി തീരാം. അതിനാൽ ആ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. കൂടുതൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായ സമയമാണ്. എങ്കിലും ചിന്തിച്ച് കാട് കയറാൻ ഇടവരുത്തരുത് എന്ന കാര്യം ഓർക്കണം. സംയോജിതമായ പ്രവൃത്തികൾ ചില അവസരങ്ങളിൽ ഉണ്ടാവുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും. ചില ഉപദേശങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതുമാണ്. ആത്മീയ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ സാധിക്കും. പണവരവ് അല്പം അനുകൂലമാകും എങ്കിൽ പോലും ചിലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഇന്നേ ദിവസം മഹാലക്ഷ്മി ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഉത്തമം. ഫലവർഗ്ഗങ്ങൾ, പായസം, മധുരപലഹാരങ്ങൾ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സാധിക്കാത്തവർ പുഷ്പങ്ങളാണ് എങ്കിലും സമർപ്പിച്ച് നെയ്വിളക്ക് തെളിയിച്ച് ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തന വേഗം അല്പം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. എന്നാൽ ജോലിഭാരം കുറയില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളും സതുദ്ദേശത്തോടെ ചെയ്ത് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ചില കാര്യങ്ങളിൽ തിടുക്കം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട്. അത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കാര്യാലോചനകളിൽ കണിശത പാലിക്കുവാൻ സാധിക്കുന്ന സമയം വന്നു ചേരും. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിലെ അപസ്വരങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പിടിവാശി ചില കാര്യങ്ങളിൽ വന്നു ചേരുന്നത് പല കാര്യങ്ങളിലും തടസ്സമായി തീരും എന്ന കാര്യവും ഓർക്കണം. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്.
ചില അവസരങ്ങളിൽ പിടിവാശി ഒഴിവാക്കുവാൻ സാധിക്കാത്തത് നിങ്ങൾക്ക് ദോഷമായി തീരാം. കൂടാതെ ധീരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്ന ദിവസമാണ്. കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്പം ലാഭം വന്നു ചേരാം. തൊഴിൽപരമായി അല്പം തൃപ്തി കുറയുന്ന ദിവസമായി മാറാം. ജോലി ഉപേക്ഷിച്ചാൽ ഉടനെ കിട്ടില്ല എന്ന ബോധ്യം ഉള്ളതിനാൽ തന്നെ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങും. കൂടാതെ ഈ സമയം ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ച പോലെ വന്ന് ഭവിക്കാവുന്നതാണ്. ആദരണീയരായ വ്യക്തികളുടെ പിന്തുണ പോലും ലഭിക്കുന്ന സമയമായി മാറാം. പുതിയ ജോലിക്കായുള്ള അപേക്ഷിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങാവുന്നതുമാണ്. കച്ചവടത്തിൽ കൂടുതൽ ഏകാഗ്രത ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. കൂടാതെ ഈ സമയം തടസ്സങ്ങൾ വരുമ്പോൾ ഒരിക്കലും സംഭ്രമം പാടില്ല എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം. കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വ്യവസ്ഥകൾ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അനുരഞ്ജനങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നൽകും. പല കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. വിദ്യയിൽ അല്പം ഉയർച്ച നേടാം. പുതു സൗഹൃദങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാണ്. താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാം. കുടുംബകാര്യങ്ങളിൽ ഏകോപനം കുറയുന്നത് കലഹത്തിന് കാരണമായി തീരും. ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ പരിഹരിക്കുവാൻ ശ്രമങ്ങൾ നടത്തുകയും അത് വിജയിക്കുകയും ചെയ്യാം. ഇന്നേ ദിവസം മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും 5 തിരിയിട്ട ഭദ്രദീപം തെളിയിച്ച് ദേവിയെ ആരാധിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. കൂടാതെ ഇന്നേ ദിവസം ഫലവർഗ്ഗങ്ങൾ, മധുര പലഹാരങ്ങൾ, കൂടാതെ പായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യവർദ്ധനവിന് സഹായകരമാണ്. ഇന്നേ ദിവസം ദേവി മന്ത്രങ്ങൾ തീർച്ചയായും നിങ്ങൾ ജപിക്കുക.